ബിഗ് ബോസ് 6ാം സീസൺ ഫൈനലിനോട് അടുക്കവേ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. ആര് വിജയിയാവുമെന്ന് പലർക്കും അനുമാനിക്കാൻ പറ്റുന്നില്ല. മുൻ സീസണുകളെ പോലെ ഏവർക്കും പ്രിയങ്കരനോ പ്രിയങ്കരിയോ ആയ മത്സരാർത്ഥി ഇത്തവണ ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരിധിക്കപ്പുറം ഉറപ്പ് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റുന്നില്ല. ഓരോ വീക്കിലും ആരാധകർക്ക് പോലും കൂറുമാറേണ്ടി വരുന്നു. ജിൻഡോ, ജാസ്മിൻ എന്നിവരാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ. അർജുൻ, ഋഷി, ശ്രീതു, അഭിഷേക്, ശ്രീകുമാർ എന്നിവരും പിന്നിലുണ്ട്. ജിൻഡോയാണ് കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന മത്സരാർത്ഥി. ജിൻഡോ നിഷ്കളങ്കനാണെന്ന് ആരാധകർ പറയുന്നു. പക്ഷേ മറ്റു ചില പ്രേക്ഷകർ ജിൻഡോയ്ക്കെതിരെ കടുത്ത ചില അനുമാനങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യ ആഴ്ചകളിൽ മണ്ടൻ എന്ന വിളിപ്പേര് വാങ്ങി തകർന്നു പോയിടത്തു നിന്ന് സ്വന്തമായി ഹീലിംഗ് നടത്തിയും ഫെയറായും അൺഫെയറായും ഗെയിമുകൾ കളിച്ചും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും മറ്റുള്ളവരെ മാനസികമായി തളർത്തിയും ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന ജിൻഡോയെ ചില ആരാധകർ പോലും മിസ് ചെയ്യുന്നു എന്നതാണ് സത്യം. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മുതൽക്കൂട്ടായി ഉണ്ടായിരുന്ന ജിൻഡോ ഇപ്പോൾ പല മണ്ടത്തരങ്ങളും ചെയ്യുന്നു എന്ന് വിമർശിക്കുകയാണ് പലരും. കഴിഞ്ഞ ആഴ്ചകളിലായി ജിൻഡോ പഴയതുപോലെ ബിഗ് ബോസ് വീട്ടിൽ ആക്റ്റീവ് അല്ല. ജിൻഡോയുടേതായ കണ്ടന്റുകൾ വരുന്നില്ലെന്ന് പ്രേക്ഷകർക്ക് അഭിപ്രായവുമുണ്ട്. മറ്റു മത്സരാർത്ഥികളുടെ ആരാധകരും PR ടീമും ഇക്കാര്യം ആയുധമാക്കുന്നുമുണ്ട്. ഫൈനൽ ഘട്ടത്തിൽ ജിൻഡോ കുറെ കൂടി ആക്റ്റീവ് ആകേണ്ടതുണ്ട് എന്ന് പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. കാരണം വിജയസാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ എന്ന് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ബിഗ് ബോസിൽ ഇതുവരെയുള്ള വിജയികളിൽ വളരെ അപ്രതീക്ഷിതമായി ട്വിസ്റ്റോടുകൂടി വിജയിച്ചത് ദിൽഷയാണ്. തുടക്കം മുതൽ കായിക മത്സരങ്ങളിൽ ഒഴികെ പൊതുകാര്യങ്ങളിൽ തീരെ ആക്റ്റീവ് അല്ലാതിരുന്ന ദിൽഷ പോലും ഫൈനൽ വീക്കിൽ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ ജിൻഡോ പലപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആദ്യ സീസണിൽ സാബുവും 5ാം സീസണിൽ അഖിലും എവിക്റ്റായ മത്സരാർത്ഥികൾ റീ എൻട്രി നടത്തിയപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്ട് സ്വയം രാജാവെന്ന് വിളിക്കുന്ന ജിൻഡോ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്നും ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം സായി പുറത്തു വന്നതിന് ശേഷമുള്ള ചില പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ പലരും ആയുധമാക്കുന്നുണ്ട്. ജിൻഡോ സായിക്കെതിരെ കളിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫിനാലെയുടെ അടുത്തെങ്ങും എത്താത്തതുപോലുള്ള അടി തിരിച്ചടിക്കാൻ അറിയാമെന്ന് ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ സായി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സായി മണി ബാഗ് എടുത്ത് പുറത്തുപോയതിനെ പറ്റി മോഹൻലാൽ ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞത് അയാൾക്ക് പുറത്തു പോയിട്ടെന്തോ കാര്യമായിട്ട് ചെയ്യാനുണ്ട് എന്നതാണ്. പുറത്തു വന്നതിന് ശേഷം നടത്തിയ പ്രതികരണങ്ങളിൽ സായി ആ രഹസ്യത്തെ പറ്റി തുറന്നു പറയുന്നില്ലെങ്കിലും ഇത് സംബന്ധിച്ച ചില സൂചനകൾ താരം നൽകിയിരുന്നു. സായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എതിരെ പ്രവർത്തിക്കുമെന്ന ഭയം ജിൻഡോയ്ക്ക് ഉണ്ടാകുമെന്നതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞതെന്നാണ് സായി വ്യക്തമാക്കുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നും എന്നാൽ ഞാനായിട്ട് അതിന് മുതിരുന്നില്ലെന്നും കൂടി സായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ടോപ്പ് 5ൽ സായി വരണമെന്ന് ജിൻഡോ പറഞ്ഞതിന്റെ കാരണം പോലും ഫിനാലെ കഴിയുന്നതിന് മുൻപ് സായി പുറത്തിറങ്ങി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ജിൻഡോ ഭയപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. സായിയും സിജോയും തമ്മിൽ അകത്തുണ്ടായിരുന്ന പല സന്ദർഭങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നും നമ്മൾ കണ്ടത് ജിൻഡോയുടെ പൊയ്മുഖമാണെന്നും ജിൻഡോ സായിയെ വല്ലാതെ ഭയക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. ഇപ്പോഴുള്ള ജിൻഡോയെക്കാളും എന്തുകൊണ്ടും കപ്പ് നേടാൻ അർഹത ജാസ്മിനോ അർജുനോ തന്നെയാണെന്നും തമ്മിൽ ഭേദം അവർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കൂറുമാറിയ ഒരു ആരാധകന്റെ കുറിപ്പ് കൂടി ഈ ഫൈനൽ വീക്കിൽ വ്യാപിക്കുന്നത് ജിൻഡോയുടെ മറ്റുള്ള ആരാധകരുടെ ഉദ്ദേശശുദ്ധിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ ആരാധകർ ജിൻഡോയ്ക്കെതിരെ ഉന്നയിക്കുന്നത് ബാലിശമായ വാദങ്ങളാണെന്നും അഭിപ്രായമുണ്ട്. ജിൻഡോ, ജാസ്മിൻ എന്നിവർക്ക് ശക്തമായ വെല്ലുവിളിയായി അർജുനുമുണ്ട്. വലിയ പ്രേക്ഷക പിന്തുണയാണ് അർജുൻ ഇപ്പോൾ കിട്ടുന്നത്. എന്നാൽ കടുത്ത വിമർശനവും ഉണ്ട്. അർജുൻ ടോപ്പ് 5ൽ എത്താൻ അർഹനല്ലെന്നാണ് കുറച്ചു പേർ പറയുന്നത്. ശ്രീതുവുമായുള്ള ലവ് ട്രാക്കാണ് ആരാധക പിന്തുണയ്ക്ക് കാരണമെന്നും അഭിപ്രായമുണ്ട്.